സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിയിൽ സമഗ്രമായ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റിലും ലേണേഴ്സ് ടെസ്റ്റിലും സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കും. കർശനമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ഇനി ലൈസൻസ് ലഭിക്കുകയുള്ളൂ. കേന്ദ്രം നിർദ്ദേശിച്ച പുതിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗതാഗത വകുപ്പിന്റെ പരിഷ്കാരങ്ങൾ. ഇനി 8 എച്ചോ മാത്രം എടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ലെന്ന് അറിയിക്കുകയാണ് പുതിയ ഗതാഗത മന്ത്രി. വെറുതെ വാഹനം ഓടിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ആ വാഹനം അപകടമുണ്ടാക്കാതെ കൈകാര്യം ചെയ്യാൻ കൂടി അറിയാവുന്നവർക്കാണ് ഇനി ലൈസൻസ് ലഭിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റിൽ 8 അല്ലെങ്കിൽ 8 മാത്രം എടുത്താൽ ലൈസൻസ് റെഡി. 8 എടുക്കുക എന്നതായിരുന്നു ഇതുവരെയുള്ള ലൈസൻസിന്റെ മാനദണ്ഡം. എന്നാൽ ഇനി വാഹനം കൈകാര്യം ചെയ്യുന്ന രീതി കൂടി ലൈസൻസ് ലഭിക്കുന്നതിന് മാനദണ്ഡമാകും. അതായത് അപകടമുണ്ടാക്കാതെ വാഹനം ഓടിക്കുന്നയാൾ വാഹനത്തെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പലർക്കും വാഹനം റോഡിലിറക്കി മുന്നോട്ട് ഓടിച്ചു പോവുക എന്നതിനപ്പുറം ഒന്ന് പാർക്ക് ചെയ്യാനോ മറ്റ് ഡ്രൈവർമാരെ പരിഗണിച്ച് വാഹനം ഓടിക്കുന്നതിനോ അറിയാത്ത സാഹചര്യമാണ്. ഇതും ഒരു പരിധിവരെ നിരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾക്ക് ശേഷമായിരിക്കും ഇനി ലൈസൻസ് അനുവദിക്കൂ എന്നതാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. ലേണേഴ്സിൽ 12 പാസ്സായാൽ പാസ്സാവുമായിരുന്നു. ഇനി അങ്ങനെയല്ല, 30 ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ്. 25 ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ. പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സൊക്കെ വരച്ചു കൊടുക്കും. അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം. പിന്നെ മുന്നോട്ട് വളഞ്ഞു പോകാനുള്ള വഴി, തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക. അല്ലെ എച്ചൊന്നും അല്ല. പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം. 20 ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് ഉടനെ വരും. വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല, വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. മോട്ടോർ വാഹന വകുപ്പ് ഓരോ ഓഫീസ് പരിധിയിലും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം പരമാവധി 20 കുറയ്ക്കും. ലേണേഴ്സ് ടെസ്റ്റിലുമുണ്ട് മാറ്റം. ആകെ 30 ചോദ്യങ്ങൾ. ഇതിൽ 25 എണ്ണത്തിനെങ്കിലും ഉത്തരം നൽകിയാലേ ലേണേഴ്സ് ലഭിക്കൂ. ഇതുവരെ 20ൽ 12 എണ്ണം ശരിയായാൽ മതിയായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് ചിത്രീകരിക്കും. ദൃശ്യങ്ങൾ 3 മാസം വരെ സൂക്ഷിക്കും. ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയാലും ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടപടിയെടുക്കാം. കയറ്റം, ഇറക്കം എന്നിവിടങ്ങളിലും വാഹനം ഓടിച്ചു കാണിക്കേണ്ടതും കർശനമാക്കും. ഡ്രൈവർ പരിശീലനത്തിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെന്റർ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ. 18 വയസ്സ് തികയുമ്പോൾ എങ്ങനെയെങ്കിലും ലൈസൻസ് സംഘടിപ്പിക്കണം എന്നുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ. ചിലപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും പൂർത്തിയാക്കാതെ ലൈസൻസ് ലഭിക്കുന്നവരുടെ എണ്ണവും സംസ്ഥാനത്ത് ഒട്ടും കുറവല്ല. ഇനി അത് നടപ്പിൽ നിന്നുറപ്പിക്കുകയാണ് ഗതാഗത മന്ത്രിയും ഗതാഗത വകുപ്പും. ക്യാമറാമാൻ നന്ദകിഷോറിനോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പുതിയ പരിഷ്കാരങ്ങൾ വന്നാൽ പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെ പോക്കറ്റ് കീറുമോ എന്ന ആശങ്കയുമുണ്ട്. റിവേഴ്സ് പാർക്കിങ്ങും ഹാഫ് ക്ലച്ച് പരിശീലനവും ഒക്കെ വരുമ്പോൾ നിലവിലെ നിരക്കിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലപാട്. കേൾക്കാം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഏറ്റവും വളരെ അത്യാവശ്യം അതാണ്. നമ്മളെല്ലാം നല്ല ബൈ ഹാർട്ട് പഠിച്ചതിന് ശേഷം നിലത്തിൽ വണ്ടി ഇറക്കണമെന്ന് നല്ലത്. വെളി രാജ്യങ്ങളിലൊക്കെ ഒരു റെക്കമെൻഡേഷൻ ഉള്ളതാണ്, പഠിച്ച് അറിയാമെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കുള്ളൂ. അതേപോലെ ഇവിടെയും വരുത്തണം. ലൈസൻസ് എടുക്കുന്ന വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യത്തിനെ വെച്ച് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നല്ലതാണ്. അതാകുമ്പോൾ ഈ ആക്സിഡൻ്റ് ഒക്കെ ഒഴിവായി കിട്ടും. എല്ലാം നല്ല അഭിപ്രായമാണ്. കാരണം നമ്മുടെ നിരത്തുകളിൽ കൂടുതലും അപകടം ഉണ്ടാകുന്നത് ഇതുപോലെ അശ്രദ്ധമായി ഓടിക്കുന്നുണ്ടാണ്. കർശനമായി കഴിഞ്ഞാൽ റോഡിൽ അപകടങ്ങൾ കുറയാൻ സഹായിക്കും. പിന്നെ ഇതേ പറഞ്ഞ പോലെ പാർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, ഈ വണ്ടി ഇല്ലാത്തവരായിരിക്കും കൂടുതലും, 4 വീലർ ഇല്ലാത്തവരായിരിക്കും ലൈസൻസ് അതിന് കൂടെ എടുക്കുന്നതായിരിക്കും. അവർക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം കൂടി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. നല്ലതാണ്. വണ്ടി ഓടിക്കാറുള്ളത് റോഡിൽ ഒന്ന് സൈഡും തരത്തില്ല, റോഡിൻ്റെ നടുക്ക് ഉരുട്ടി കൊണ്ടുപോകുന്നതൊക്കെ ഇതിൻ്റെ അപകടങ്ങൾ. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും കൂടുതൽ അതിനെപ്പറ്റി ഡ്രൈവിംഗിൽ ഇതായുള്ളവർക്കായിരിക്കുമല്ലോ ഇനി ലൈസൻസ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ റൂൾസ് വരുന്നത് നല്ലതാണ്. മുമ്പ് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ട്രാഫിക് റൂൾസ് ഫുള്ള് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ റോഡിൽ ഓടിക്കുന്ന രീതി കാണിക്കണം. അങ്ങനെയൊക്കെ കേട്ടു. അപ്പോൾ അതൊക്കെ നല്ലതാവുമെന്നാണ് എൻ്റെ അഭിപ്രായം.